ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കേരള ടു ഗോവ റോഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ 3 ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. 2 കാറിലായിട്ടായിരുന്നു യാത്ര ചെയ്തത്. അപ്പോൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കറക്റ്റ് സ്പോട്ട് എവിടെയെന്നുള്ളത് അറിയണില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് ഇതിൽ ഇൻവോൾവ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് കിടന്നുറങ്ങിയിട്ടോ, രാവിലെ എണീറ്റതുകൊണ്ട് തന്നെ. 2 മക്കൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് അവിടെ സീറ്റിലിടുന്ന ബെഡ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെയും കൂടി അങ്ങോട്ട് കിടത്തി. അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ആ ഒരു ബെഡ് ഞാനിതിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുകളിലൊരു ബെഡ്ഷീറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ നല്ല സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി യാത്ര ചെയ്തതിന് ശേഷം പിന്നെ ഈവനിങ്ങിലാണ് കേട്ടോ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവരെയും കൂടി മീറ്റ് ചെയ്തിട്ട് ഒന്നിച്ചാണ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിറങ്ങിയിട്ടാ. പിന്നെ ഇത് വരുന്നത് മാഹിയിലാണ്. മാഹിയിൽ നമ്മളവിടത്തെക്കാളും പെട്രോളിന് വില കുറവായതുകൊണ്ട് തന്നെ ഈ യാത്രയിലൊക്കെ ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കാറുള്ളത്. ഇവിടെ ഒരു ടേണിങ് വരുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പെട്രോളിൻ്റെ റേറ്റും മറ്റു കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കണ്ണൂർ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലുലു മാളിൻ്റെ അടുത്ത് വരുന്നൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നേരത്തെ ലൈറ്റായിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഇവിടെ കയറിയത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കയറി പോകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ജസ്റ്റ് ഒരു മെനു ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നോക്കിയപ്പം ഇവിടെ അവർ പറഞ്ഞത് ഇവിടെ സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ട്, എപ്പോഴും എല്ലാവരും വാങ്ങിക്കുന്ന ഒരു ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവരൊക്കെ സാധാരണ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ഷവർമ ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇതിലെ മെനുവിൽ ഉള്ളതൊക്കെ ഇങ്ങനെ നോക്കി പറഞ്ഞതിന് ശേഷം സ്പെഷ്യൽ ഐറ്റം മുട്ടപ്പവും ഗ്രേവിയും ഓർഡർ ചെയ്തു. കുട്ടികളും ഹസ്ബൻഡും സാധാരണയായിട്ട് ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ഷവർമ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ കഴിക്കുന്ന സമയത്ത് അവരെ ഫുഡായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത് സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇവരുടെ നിന്ന് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്നിച്ച് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പോകുന്നതിന് ശേഷം റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് റോഡിൽ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഇതൊരു 7 മണിയൊക്കെ ആയ സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ കാസർഗോഡ് എത്തി. അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂം എടുക്കുന്നതിന് മുന്നേ ഒരു ടോയ്സിൻ്റെ ഷോപ്പിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. വലിയൊരു ടോയ്സിൻ്റെ ഷോപ്പ് തന്നെയായിരുന്നു ഇത്.
അങ്ങനെ ഈ ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഫുഡും അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് ഇവിടെ നിന്നൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ മോർണിംഗിലാണ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബാത്റൂമും ടി വിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യമായിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 ബെഡ്റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇറങ്ങി. ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഉള്ളാളം ദർഗ ടച്ച് ചെയ്തിട്ട് പോകണതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വഴി പോകുന്ന സമയത്തൊക്കെ അവിടെ കയറാറുണ്ട്. അവിടെ കയറി ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉള്ളാൾ വരുന്നത് മാംഗ്ലൂർ കർണാടക ലാസ്റ്റിലാണ്. ഇതിപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആണ് കേട്ടോ. അപ്പോഴും മഴ തന്നെയായിരുന്നു. ആ ഒരു സമയത്തും നല്ല മഴയില്ല, എന്നാൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഉള്ളത് കർണാടക സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് നിർത്തിയിട്ട് ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ചായ കുടിച്ചു. വീഡിയോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് അവരൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഹായ് പറഞ്ഞതാണ്. അപ്പോൾ ഫുൾ ടൈം ഒന്നും ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കംഫർട്ടായിട്ടുള്ള സമയത്ത് വീഡിയോ എടുക്കാറുള്ളൂ. അതുപോലെ ചില സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ മോളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇത് കർണാടകയിലുള്ളൊരു ബീച്ചാണ് കേട്ടോ. ഇവിടെ ഇറങ്ങാടാ, അവിടെ ഒന്നും ആൾക്കാർ നമുക്ക് അവിടെ ഇറങ്ങിയോ. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാഗ് എടുത്ത് നോക്കിയപ്പോഴാണ് ഉമ്മ ഉണ്ടാക്കി അയച്ചതായിരുന്നു കേട്ടോ. ഈ ഒരു അരിയിരപ്പം എന്ന് പറയുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിങ്ങനെ വെറുതെ എല്ലാവരും എടുത്ത് കഴിച്ചു. പിന്നെ ഫുള്ള് വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്താണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഗോവ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് 11 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഫസ്റ്റ് ഗോവ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ രണ്ടും ഉണ്ടായിരുന്നു, വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജും ഉണ്ടായിരുന്നു. ഇവിടുന്ന് സാധാ റൈസ് പിന്നെ ഫ്രൈഡ് റൈസൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ നാട്ടിലെ പോലെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉള്ളത് കഴിക്കും. യാത്രയിലായതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലോങ് യാത്രയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാനെപ്പോഴും വെജിറ്റേറിയനാണ് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ മക്കളത് താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അവർ ഓർഡർ ചെയ്യണതിന് എന്തെങ്കിലും കഴിക്കുകയാണ് ഞാൻ ചെയ്യുക. മെയിനായിട്ടുള്ള കാര്യം ഹൈജീനിക്കിൻ്റെ പ്രശ്നം തന്നെയാണ്. ചില ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നാറില്ല. ഇവിടെ വെജിറ്റേറിയൻ വേറെ തന്നെ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വൃത്തി തോന്നുന്നുണ്ട്. പക്ഷേ ഞാനവിടെ കയറിയിട്ടില്ല. കാരണം എല്ലാവരും ഇവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഇവർ ഓർഡർ ചെയ്തെന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഇവിടുന്ന് കുറച്ചുകൂടി ലോങ് പോകാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. കുറേ യാത്ര ചെയ്യണ സമയത്ത് ഡ്രൈവ് ചെയ്ത് ചടക്കുമ്പോഴൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ചായ കാണുമ്പോൾ നിർത്തി കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വണ്ടിയും കൂടി വന്ന് നിർത്തിയ സമയത്ത് അവിടെ കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഗോവയിലെത്തിയതിന് ശേഷമാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല വണ്ടി അവിടെ നിർത്തിയത്. ഞങ്ങളവിടെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ അവർ അപ്പോഴത്തേനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ നമ്പർ KL കണ്ട സമയത്ത് കേരള ആണോ എന്ന് പറഞ്ഞിട്ട് അവർ
ഭയങ്കര റെസ്പെക്റ്റ് പോലെ അവർ തിരിച്ച് പോവുകയാണ് ചെയ്ത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആളുകളായിരുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കേട്ടോ, കേരളക്കാരെ കാണുന്നതും അല്ലെങ്കിൽ അവരെ വണ്ടി കണ്ടാലൊക്കെ ഭയങ്കര റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ ആണ്. പക്ഷേ ചില സ്ഥലങ്ങളിലാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതും കാണാറുണ്ട്. ലേറ്റ് നൈറ്റിലൊന്നും ഡ്രൈവ് ചെയ്ത് പോകുന്നത് സേഫ്റ്റി അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സേഫ്റ്റിയാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് സ്റ്റോറീസൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും നല്ല പേടിയാണ് ഇങ്ങനെ നല്ല ലേറ്റായി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.